ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. ഞാൻ എണീച്ചിട്ട് കൊച്ചേരെ അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ ഒക്കെ കാര്യം എല്ലാവരും വിളിച്ചു വരുത്തിട്ട് കേട്ടോ. ശരി, കള്ളക്കച്ചിലാണ്. വന്നാലെല്ലാവർക്കും മനുഷ്യരുടെ കള്ളക്കച്ചിലാണ് കഴിയുന്നത്. അങ്ങനെ ഞാൻ ഒക്കത്തുനിന്ന് എണീച്ചിട്ട് മെല്ലെ കാര്യം എല്ലാവരും വിളിച്ചു കൂട്ടി. അപ്പം മമ്മി വന്നിട്ട് വേഗം എണ്ണ ഏൽപ്പിച്ച് തന്നിട്ടോ. കുറച്ച് പാപ്പിമാമയും തന്നിട്ട് എണ്ണ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കവറിൻ്റെ കണ്ടാശ് ഭയങ്കര ഇഷ്ടയിൽ കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആണ് ഉമ്മ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. കൊച്ചേരം കയ്യിൽ തരൂ, ഞാൻ പിടിക്കാൻ പോകുമ്പോഴേക്കും വിളിച്ചളിയോ, അങ്ങനെ എന്നെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കളിപ്പിക്കാനുമ്പോൾ സങ്കടം വന്ന് ഞാൻ മുഖം ഇങ്ങനെ മാറ്റി. പിന്നെ എൻ്റെ കൈ തരും, ഞാൻ പിടിക്കാൻ പോകുമ്പോൾ പിന്നെയും വിളിച്ചളിയും. എന്തെൻ്റെ ഉമ്മ ഇങ്ങനെ എന്നെ പറ്റിക്കണേ. ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് ചുറ്റി പറിച്ച് വലിച്ച് വായിലിട്ടിട്ടോ. പിന്നെ എനിക്കൊരു ശാനം കൊണ്ട് തന്ന്. പച്ചോനെ, ഇതെന്താ ശാന? എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ, നമ്മളെ മായാവീൻ്റെ കുന്തല്ലേ, മായാവീൻ്റെ അത്ഭുതവടി, അതുപോലെയൊക്കെ തോന്നി. വായിൽ കുത്തി കയറ്റിയപ്പോഴേക്കും വാവ് വേനായി. ഞാൻ ചേച്ചിയിലെന്തോ അത്ഭുതമൊക്കെ വരുന്നു. പക്ഷേ എൻ്റെ ചെവി വന്നിട്ട് എൻ്റെ വായിൽ തട്ടിച്ച് വേനായി. അല്ല ഉണ്ടല്ലേ, ശരിക്കും മായാവീൻ്റെ ശാനം പോലെ ഉണ്ടല്ലോ. ജീ ബൂമ്പാ, ഉമ്മി വരട്ടെ. ഉമ്മി വന്നില്ലല്ലോ. ജീ ബൂമ്പാ, പാപ്പി മാമൻ തരട്ടെ. അതും കിട്ടിയില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടെന്തോ ഒന്നും ആവാത്തേ. ഞാൻ വലിയൊരുണ്ട കണ്ണുണ്ട്, കാണുമ്പോൾ ലേശം പേടിയാണുണ്ട്, പിടിക്കാൻ നല്ല സുഖമുണ്ട്. അപ്പം ഞാനിങ്ങനെ വായിലിട്ട് കളിച്ചതിൽ പീ 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ഇതാണ് ഞങ്ങൾ പുതിയ ശാനം സേനാത്ത കൊണ്ട് തന്നതാണ്. അങ്ങനെ ഞാൻ കുളിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ കൊച്ചരേനെ ഉമ്മീനെ പറ്റിക്ക് അയച്ചിട്ട് ഞാൻ മുഖത്തേക്ക് തുണി എടുത്തിട്ടപ്പോൾ ഉമ്മി വന്ന് വിളിച്ചെടുത്ത്. അപ്പം ഞാൻ ഉമ്മീനെ നോക്കിയിട്ട് ഒറ്റ ചിരി കൊടുത്ത്. പിന്നെ ഞാൻ മുഖത്തേക്ക് തുണി എടുത്തിട്ട് അപ്പോൾ ഉമ്മി പറയുമ്പോൾ അങ്ങനെ ഇടണ്ട പേടിയാവും വാവു ആവുന്ന്. അപ്പം ഉമ്മ വിളിച്ചാണ് മുറുക്കി പിടിച്ച. അപ്പം ഞങ്ങളെങ്ങോട്ടാ പോയത് നോക്കുമ്പോൾ എല്ലാവരും കയ്യിലുണ്ട് ഇങ്ങനെ കുഞ്ഞു വാവകൾ. ഉമ്മയെ എടുത്തിട്ടുണ്ട്, എന്നെ എല്ലാവരും കുഞ്ഞു വാവനെ എടുത്തിട്ടുണ്ട്. പിന്നെ മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്നെ വാവൊക്കെ കൊണ്ടുപോയതാണ്. പിന്നെ ഉമ്മേൻ്റെ മടിയൊക്കെ കൊച്ചരും കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉമ്മ എണീച്ചിട്ടൊക്കെ കുറേ ഉമ്മയൊക്കെ തന്നിട്ടോ. അപ്പം എനിക്ക് വാവൊക്കെ കൊച്ചു വേനമാരെ പോലെ തോന്നിയേ. ചവിട്ടി കൊല്ലല്ലേ, അതെന്റെ പ്രശ്നം. വീണു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊച്ചേരം കരഞ്ഞെങ്കിലും ഞാൻ ജിസ്തിദീനൊക്കെ കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. ജിസ്തിദീൻ്റെ അടുത്ത് കൊച്ചേരം നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. ഞങ്ങൾ എപ്പോഴും ഇഞ്ചക്ഷൻ കുത്തിക്കഴിഞ്ഞാൽ നേരെ ഉമ്മാമ്മൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്, മമ്മീൻ്റെ അടുത്തേക്ക് കേട്ടോ. പിന്നെ എനിക്ക് വാവ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഷാനം തന്നെ. ഇതെന്ത് ഷാനാന്നറിയില്ല, ഞാൻ എത്ര ക്ഷമിച്ചിട്ട് എൻ്റെ വായിലിടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഓരോ ശാലങ്ങൾ എത്ര പെട്ടെന്ന് ആ വായിലിടുക. പിന്നെ ഞാൻ കൊച്ചേരം കന്നുവങ്ങിയിട്ട് ഈ പോയപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൽ തന്നെ അങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ കേട്ടോ. റെഡി ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് പൊന്തണ്ട. റെഡി റെഡി 1 2 3. ഇനി അടുത്ത റെഡി 1 2 3. റെഡി വാ ഒന്നല്ലേ 1 2 3 പറഞ്ഞിട്ട് വന്നേര്. റെഡി 1 2 3 റെഡി. പിന്നെ ഉമ്മേൻ്റെ കൂടെ കൊച്ചേരൊക്കെ കളിച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റക്ക് കളിച്ചാൻ തുടങ്ങി കേട്ടോ. എൻ്റെ കുമ്പപ്പള്ള പോവാൻ ഇങ്ങനെ കുത്തിമയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മെല്ലെ ഇങ്ങനെ കുത്തിമയുന്നതിൻ്റെ കൂടെ മെല്ലെ ഞാൻ കാലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കാം കേട്ടോ. ഞാനിങ്ങനെ ആക്കുമ്പോഴേ നീന്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ തല വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ കാല് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ കുറച്ച് കട്ടിലിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നാണ് താഴോട്ടൊന്ന് നോക്കിയാലോന്ന്. പിന്നെ ഞാനിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മി വന്നിട്ട് പറഞ്ഞു പോണ്ട ശാലല്ല, ഇച്ചിരി ശാലയിലൂടെ താഴോട്ട് വീണ് പോകുന്നു പറയുന്നുണ്ട്. ഞാനതൊന്നും നോക്കാണ്ട് പിന്നെയും പോയി കണ്ടോണ്ടാ കട്ടിലിൻ്റെ അടുത്ത് എത്തിയത്.
അങ്ങനെ കുറേ നേരം കുത്തിയൊക്കെ വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിട്ടോ. ഇതിപ്പോൾ രാവിലെയാണ്. രാവിലെ ഞാൻ ഇന്നും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എണീച്ചൊക്കെയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് പരിപാടി എന്താണെന്ന് അറിയാം. ഞങ്ങൾക്ക് വിബാൻ്റെ കൂടെ പോകണം, പിന്നെ തറവാട്ടിലേക്ക് പോകണം. അപ്പം നല്ല ഇഷ്ടമുണ്ട് രാവിലെ തന്നെ എണീച്ച് ഇങ്ങനെ കുത്തിമറിയാൻ. പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ വക എക്സസൈസൊക്കെ ചെയ്തേ. ഞാൻ കാലെടുത്തിട്ട് വായിലേക്ക് ഇട്ട് നോക്കുകയാണ്. കുറേയൊക്കെ കഴിയുന്നുണ്ട്, കുറേയൊക്കെ വിട്ടു പോകുന്നുണ്ട്. പക്ഷെ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ വിരൽ വായിലേക്ക് ഇടാൻ. എല്ലാവരും പറയും ഇങ്ങനെ വായിലിടാൻ പറ്റൂല എന്ന്. പക്ഷെ എൻ്റെ ഉമ്മി പറയും വായിലിട്ടോ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ യോഗയാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടോ. നല്ല ഇഷ്ടമുണ്ടേ കാല് വായിലിട്ട് കളിക്കാൻ. പിന്നെ ഉമ്മയെ കുളിച്ച് മാറ്റി വന്ന് പിന്നെ എന്നെ കുളിപ്പിച്ചിട്ട് പൗഡറും കമ്മിച്ചൊക്കെ ഇട്ടുതരാണ്. കമ്മിച്ചിടില്ല, പൗഡർ മാത്രം ഇടാണ് കേട്ടോ. പിന്നെ കുപ്പായൊക്കെ മാറ്റിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. വെച്ച് പൗഡർ ഇടുന്നതാണ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നിന്നേ. നല്ല മണൻ്റെ പൗഡർ ഇടുന്നത്. പിന്നെ കുപ്പായ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇറ്റ് ചെയ്യാണ് കേട്ടോ. ഈ കുപ്പായ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭാഗ്യമുള്ള കുപ്പായ. എല്ലായിടത്തേക്കും പോകുമ്പോൾ ഞാൻ അധികം കുപ്പായ ഇടാം കേട്ടോ. നല്ല കംഫർട്ടാണ് ഈ കുപ്പായ ഇടാൻ, ഇഷ്ടമാണ്. അങ്ങനെ ദൈവയുടെ കൂടെ പോവാണ്. എങ്ങോട്ടോ നോക്കിട്ടിരിക്കുന്നത് മരവിടുന്ന കാണാല്ലേ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിട്ടോ. തറവാട്ടിൽ ഇതെൻ്റെ ഉമ്മീൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് കേട്ടോ. ഈ ഉമ്മാമ്മയാണ് എനിക്ക് അന്ന് പാട്ട് പാടി തന്നത്. ഓമുണ്ട് എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രസവിച്ച് എന്നെ കൊണ്ടുവന്ന പാട് എന്നെ അകത്തോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയതൊക്കെ ഉമ്മാമ്മയാണ് കേട്ടോ. ഇത് മാമൻ്റെ വീടാണ്. അപ്പോൾ മാമൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ ഉമ്മാമാനൊക്കെ കണ്ട് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് കൊച്ചേരിയിൽ നിന്ന് ചായയൊക്കെ കുച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് വണ്ടി കയറിയിൽ സ്റ്റിയറിങ് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിയറിങ് ഇങ്ങനെ ഞാൻ കച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മടിയിൽ നിന്ന് ഡ്രൈവ് ചെയ്യാനാട്ടോ. ഞാൻ വലുതാകുമ്പോൾ നല്ലൊരു ഡ്രൈവറാകും. എനിക്കിഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ. എൻ്റെ ഉമ്മയും ഡ്രൈവ് ചെയ്യും, ഉമ്മയും ഡ്രൈവ് ചെയ്യും. അപ്പം ഞാനും വേഗം പഠിച്ചുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ മെഹജ ബീഗം മിയാന്ന് വിളിക്കും. എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.